നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്താ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി പിടിയിട്ടുണ്ടാവില്ല. വേറെ ഒന്നുമല്ല, നമ്മുടെ പിങ്ക് പാലട. നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള അളവിന് സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പിങ്ക് കളറിൽ പാലട കിട്ടും. അത് 100-ൽ 50% എന്തായാലും ഞാൻ ഉറപ്പ് പറയണു. ബാക്കി 50% ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത പോലെ നിങ്ങളിലും അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് കറക്റ്റായി വരുന്നല്ലോ. അവിടെയാണല്ലോ നമ്മുടെ വിജയം വരേണ്ടത്. അപ്പം അത് ഈശ്വരൻ തന്നെ വിചാരിക്കണം. അപ്പോൾ എൻ്റെ 50% ഞാൻ 50-ൽ 50 ഞാൻ ഉറപ്പ് പറയണു. ബാക്കി 50% ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് സാധിക്കും തന്നെ ഞാൻ ഉറപ്പ് പറയാം. എനിക്ക് പറയാനുള്ളത് അടയുടെ കാര്യമാണ്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അട ശരിക്കും വെന്ത് കിട്ടും. ഒരു 10-20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അട അത്യാവശ്യം വേവണം, അധികം വെന്ത് ഉടയരുതിട്ട് അട. പിന്നെ അതുപോലെ തന്നെ നല്ല കഴുകി തണുത്ത വെള്ളത്തിൽ കഴുകി വെള്ളം വാർത്തിയെടുക്കാം. അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. പിന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, അടയുടെ കാര്യം. പിന്നെ അതുപോലെ ഞാൻ ഈ പായസം വളരെ കുറച്ച് എമൗണ്ട് 1 ലിറ്ററിനുള്ള അളവാണ് കാണിച്ചേക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ഇരട്ടിയായിട്ട് എടുത്ത് ചെയ്താൽ മതി. ഇതുകൊണ്ട് ഇപ്പോൾ പറയാനാണെങ്കിൽ 4 പേർക്ക് നമ്മുടെ പാലടയുടെ കപ്പിൽ 4 പേർക്ക് എടുക്കാനുള്ളതുണ്ടാവും ഓരോ പ്രാവശ്യം. ശരിക്കും കുടിക്കുകയാണെങ്കിൽ 2 പേർക്ക് വരുന്ന കുറച്ച് കുടിക്കാനുള്ളതേ ഉള്ളൂ. അത് ശരിക്കും 1 ലിറ്ററിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. ഒരാഴ്ചയായിട്ട് ഇവിടെ പായസമേള തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് എല്ലാ പാത്രത്തിലും ചെയ്ത് നോക്കി. കുറേ പേര് പറഞ്ഞു ഉരുളിയിൽ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എന്ന്. പക്ഷെ ഞാൻ ഉരുളിയിലാണ് ചെയ്യാറ്. എങ്കിലും ഞാൻ എല്ലാ തരം പാത്രത്തിലും ചെയ്ത് നോക്കി. കളർ കിട്ടില്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും ചെയ്താലും കളർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിശ്വസിക്കാമല്ലോ. അപ്പം എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു. ഷെയർ ചെയ്യാൻ ഇന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും എനിക്ക് വേണ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഒരാളെങ്കിലും ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. അത്യാവശ്യം കുറച്ച് പേരിലേക്കെങ്കിലും നമ്മുടെ ഈ വീഡിയോ എത്തണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കുറേ പേരുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് കുറുക്കിയിട്ട് നമ്മുടെ വീട്ടിൽ ഒരിക്കലും ആ കളർ ആക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ടിപ്പ് പ്രകാരം, ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു രീതി പ്രകാരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ പാത്രത്തിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ പാലിൻ്റെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അളവ്. 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. വെള്ളം ഇതിലോട്ട് നമ്മുടെ ആ കുപ്പി പാലിൻ്റെ കുപ്പി കഴുകിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം, അത്രേ വേണ്ടോ, കൂടുതൽ വെള്ളം ചേർക്കണ്ട. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ നല്ലോ. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ പായസം. എന്നാൽ ടേസ്റ്റില് ഒരു വിട്ടുവീഴ്ചയില്ല, നല്ല അടിപൊളി രുചിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കും. നമ്മുടെ പാല് ഇതേ ചൂടായി വന്നു, ഒന്ന് ചെറുതായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. കുക്കർ തന്നെ അപ്പുറത്ത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക വിസിലടിക്കുക. അതിലോട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര, സാധാ പഞ്ചസാര കേട്ടോ, പൊടിച്ചതൊന്നല്ല, ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1 ടീസ്പൂൺ നെയ്യ് അതും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ നെയ്യും പഞ്ചസാരയും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇപ്പം നമ്മൾ ആദ്യത്തെ പടവ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ആ 15 മിനിറ്റ് കഴിയുന്നതോട് കൂടിയിട്ട് തന്നെ തീ ലോ ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കരുതേ, ചെറുതീയില വെക്കാവോ. ഇനി ഇതേ വീണ്ടും ഒരു 1/4 കപ്പ് പഞ്ചസാര, തീ കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചോളൂ. ആ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം വീണ്ടും അതേ 1/4 കപ്പ് പഞ്ചസാര അപ്പം തന്നെ ചേർത്ത് കൊടുത്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ടോട്ടൽ നമ്മളിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇപ്പം ചേർത്തു. കൈ വിടാതെ ഇളക്കണം. അധികം തീ ഇങ്ങനെ കൂട്ടി വെച്ച് വെട്ടി തിളപ്പിക്കരുത്. ഇങ്ങനെ ചെറുതായി ചൂടായി ഇങ്ങനെ വറ്റി വരാനേ പാടുള്ളൂ. നല്ല ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. വീണ്ടും ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഒന്നിച്ചല്ല ഇടാറ്, ഞാനിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ 1/4 കപ്പ് വീതം ഇടാറ്. നിങ്ങൾക്കത് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ ചേർക്കാൻ വിരോധമൊന്നുമില്ല. ഇപ്പം ടോട്ടൽ ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ പാലിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് മതി, ഇത് ധാരാളമാണ്. നല്ലോ നമുക്ക് ഇനി ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പാലപ്പുറത്ത് തിളച്ചുകൊണ്ടിരിക്കേണ്ട നേരത്തെ ഇപ്പുറത്ത് നമ്മൾ ഒരു പാത്രം എടുക്കുക. ഏത് പാത്രം നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അത് എടുത്തിട്ട് നല്ല വെള്ളം തിളപ്പിക്കാൻ വെക്കണം. നമ്മൾ അട വേവിക്കാനാണ് കേട്ടോ. വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ അട ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്യണം. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇവിടെ വെള്ളം വെച്ചുകൊടുത്ത് നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അട അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലിങ്ങനെ നിറച്ചെടുക്കണം എന്നില്ല കേട്ടോ, അങ്ങനെ ലെവൽ ചെയ്തെടുക്കണം എന്നില്ല. ഒരു ഇത്തിരി കുറഞ്ഞാലും വിരോധമില്ല. നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ ചൂടോടെ ഇത് അടച്ചു വെക്കുക. തീ ഓഫ് ചെയ്തേക്കാണ് കേട്ടോ. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ മൂടി വെക്കുക, തുറക്കരുത് കേട്ടോ. അപ്പോൾ തന്നെ അത് നമുക്ക് അതിലിരുന്ന് സെറ്റായി കിട്ടും.
അപ്പം നമ്മുടെ പാല് കണ്ടോ, അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ദേ ഈ ഒരു പരിവാണ്. ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ പാലിൻ്റെ. ചെറുതീയിൽ ഇങ്ങനെ തിളച്ചു തുടങ്ങിയിട്ടൊരു 10-40 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പാലിങ്ങനെ തിളച്ചിട്ട്. കണ്ടോ കളർ മാറണം നോക്കിയേ. ഇതെന്താ കാര്യം എന്ന് വെച്ചിട്ടാ, നമ്മള് പാൽ ഒരിക്കലും തന്നെ കുറുക്കി വറ്റിക്കരുത്, പഞ്ചസാര ചേർത്ത് കുറുക്കി വറ്റിക്കണം. അത് കറക്റ്റ് അളവിൽ പഞ്ചസാര ആയി കഴിഞ്ഞാൽ നമുക്ക് കളറും കിട്ടും, പാലിന്റെ ആ ഒരു ക്രീം പോലെയുള്ള ടേസ്റ്റും കിട്ടും. പഞ്ചസാര അധികം ആയി കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല കേട്ടോ, ഒരു നൂല് പോലെ വരും കളർ വന്നാലും. പക്ഷെ ആ ക്രീമിന്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടണമെങ്കിൽ പഞ്ചസാര കറക്റ്റ് ആയിരിക്കണം. കണ്ടോ കളർ മാറുന്ന നോക്കിയേ. ഈ ലൈറ്റ് കാരണം ശരിക്ക് കാണാനില്ല, ഞാൻ അത് ശരിക്കും കാട്ടിത്തരാട്ടോ അതിന്റെ കളറ്. ഇതേപോലെ വെച്ചോളോട്ടോ തീയെ, അല്ലാതെ ഇതേ കണക്ക് ഇങ്ങ് കൂട്ടി വെക്കരുത്, കുറച്ച് വെച്ചോളോ എപ്പോഴും തീയെ. അപ്പോഴാണ് ഈ പാലട കറക്റ്റ് കളറായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ കളർ മാറിയേക്കുന്നുണ്ടോ നമ്മുടെ പാലടയുടെ. ഇനി ഒന്നും പറഞ്ഞിട്ട് രക്ഷയില്ലേ, ട്രൈപോഡ് കേടായി. ഞാനിപ്പോൾ ഇതേ കയ്യിലാണ് പിടിച്ചേക്കണേ കേട്ടോ ക്യാമറ. 8ന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ അട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇത് ഒരു കൈ കൊണ്ട് ഞെക്കി കാണിക്കാനും പറ്റാത്ത അവസ്ഥയെ. കണ്ടോ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉടഞ്ഞു പോവരുത്, ഇത്രേ വേണ്ടോ. ഇത് കുക്കറിൽ വേവിക്കുക അങ്ങനെയൊന്നും ഇല്ല. ചിലവരൊക്കെ കണ്ടിട്ടുണ്ട് കുക്കറിൽ വേവിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇത് വെന്തിട്ടുണ്ടാവും. ഇനി ഇത് നല്ല നമുക്ക് വെള്ളത്തിൽ കഴുകി എടുക്കണം. ഇത് മറ്റേ ആ അരിയുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് നമുക്ക് എടുക്കാം. കണ്ടോ ഇവിടെ നമ്മുടെ പാല് കുറുകി വന്നിട്ടുണ്ട്. ഇത് 1 ലിറ്റർ പാലുള്ളതുകൊണ്ട് കുറച്ചുള്ളൂ. നിങ്ങൾ തോനെ പാലെടുക്കുമ്പോൾ തോനെ ഉണ്ടാവും. കണ്ടോ കളറൊക്കെ നല്ല മാറി വന്നിട്ടുണ്ട്. ഞാൻ അതിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, പാല് കുറുക്കി വറ്റിച്ചതാണ് പഞ്ചസാര ചേർത്തിട്ട്. അപ്പം നമുക്ക് ശരിക്കും ഈ ഒരു കളറായിട്ട് കിട്ടും. ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അട ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചതിലേക്ക് വീണ് പോയിട്ടാ. ഞാൻ ആദ്യം ഒരു പകുതി ചേർത്ത് കൊടുക്കട്ടെ, അതിന് ശേഷം നമുക്ക് മുഴുവൻ ചേർത്താൽ മതി കേട്ടോ. ഇതൊരു 8ന്റെ പണിയായി പോയി ഈ ക്യാമറ തന്നത്, അല്ല ട്രൈപോഡ്. ഇങ്ങനെ പറ്റിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഇനി നമുക്കിതിലോട്ട് ഇതേ ഒരു നുള്ള് ഉപ്പ്, അധികം ആവരുത്, പാല് കുറുകിയിട്ടുള്ളതാണ്. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തോളാം, അല്ലെങ്കിൽ ഒരു വെള്ളച്ചവ പോലെ തോന്നും. ഒരു ഇത്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിതിലോട്ട് ആ പകുതി ഉണ്ടായിരുന്ന അടയും ചേർത്ത് കൊടുത്തു കേട്ടോ. അത് നിങ്ങളുടെ കട്ടിക്ക് നിങ്ങൾക്ക് എന്തോരം അട വേണം. ചിലവർക്ക് അത്ര അങ്ങോട്ട് അട ഇഷ്ടമല്ല, തനി ലൂസായിരിക്കണതാവും ഇഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. എന്തായാലും ഒരു 1/2 കപ്പ് അട എടുത്തിട്ട് കുതിർത്തിക്കോ. പിന്നെ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഇരിക്കട്ടെ കേട്ടോ, ഒരു 10-15 മിനിറ്റ് കഴിയട്ടെ അട ചേർത്തിട്ട്. എന്നിട്ട് ഓഫ് ചെയ്യാവോ തീയെ. പ്ലേറ്റ് ഇടുമ്പോഴുള്ള വ്യത്യാസം കണ്ടോ കളറിന്റെ. ഇനിയും വ്യത്യാസം ഉണ്ടാവും, പുറത്തേക്ക് കൊണ്ടുപോയാൽ ഒന്നുകൂടിയും കാണാൻ ഞാൻ കാട്ടിത്തരാം. പിന്നെ ഒരു സന്തോഷ വാർത്ത, നമ്മുടെ ട്രൈപോഡ് നേരിയായിട്ടോ. ഈശ്വരന്റെ അമ്പോ, ആ അട ചേർക്കണ നേരത്ത് കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റാതെ അതിന്റെ ഇടയിൽ എന്നെ കെട്ടിയും വിളിച്ചു. അപ്പൊ പറയേ അതിന്റെ ഒരു സ്ക്രൂ എവിടെയോ ലൂസായി കിടക്കുമായിരുന്നു. അപ്പൊ അത് നേരിയാക്കിയപ്പോ കറക്റ്റായി, എനിക്ക് സന്തോഷമായി. ഒരു 10-15 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ചെറിയ തളകളെ വരാവോട്ടോ. വലുതായിട്ട് ഇങ്ങനെ ചടപ്രാന്ന് പറഞ്ഞ തിളക്കല്ലേ, ഇതുപോലെ തിളപ്പിക്കാനേ പാടുള്ളൂ. അപ്പോഴാണ് ആ കളറും കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമുക്ക്. മതി, ഇത്രയും മതി. ഇനി അത് ഇരുന്ന് അങ്ങ് സെറ്റായിക്കോളും തണുക്കുമ്പോൾ. ഞാനൊരു സ്പൂണ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒരു പരിവം കാട്ടിത്തരാം. കണ്ടോ ക്രീം പോലെ അയക്കുന്നുണ്ടോ നമ്മുടെ സ്പൂണുമ്മേ. ഇതുപോലെ വരണം, ഇങ്ങനെ വെള്ളം പോലെ ഒലിച്ചു പോവരുത് ഈ സാധനം. കണ്ടോ നല്ല ക്രീമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ അരികിലുള്ളത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് ഇതിലേക്ക് ചേർക്കല്ലേ, അപ്പോൾ പാല് പിരിഞ്ഞ പോലത്തെ പോലെ അങ്ങനെ തരികളായിട്ട് കാണും. അത് ഇതിലേക്ക് ചേർക്കണ്ട, ഇത്രയും മതി നമുക്ക്. കടും മധുരമാണ് കേട്ടോ, നല്ല മധുരമാണ് ഈ പായസത്തിന്. കണ്ടോ നമ്മുടെ പായസത്തിൻ്റെ കളറ്. ഇനി ഇത് ഇരിക്കും തോറും ഒന്നുകൂടിയും കളറും മാറും, ഒന്നും കൂടി കട്ടിയാവും ചെയ്യും കേട്ടോ. അത് തണുത്തതിന് ശേഷം ഞാൻ കാട്ടിത്തരാം. ഞാൻ നിങ്ങൾക്ക് അപ്പോൾ പാലട തണുത്തതിന് ശേഷമുള്ള രൂപം കാട്ടിത്തരാം. ഞാൻ വിൻഡോ തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ, പുറത്തുനിന്ന് ചിലപ്പോൾ ഒച്ച ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് കാണില്ല കറക്റ്റ്. ഇപ്പോഴും കാണാൻ പറ്റുകയാണോ? കണ്ടോ ഇവിടെ പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും ഇതിൽ കളർ അങ്ങ് എടുത്ത് കാണുന്നില്ല, അതാണ് പ്രശ്നം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ ഇവിടെ പിങ്ക് പാലട ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കടും മധുരമാണ് ഇതിന്, അത് ഞാൻ പറയണു, നല്ല മധുരമുണ്ട്. അപ്പം ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്ക്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കളർ കിട്ടും, കിട്ടാതിരിക്കില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്താ നിങ്ങൾക്ക് ഓൾറെഡി തമ്മിലാണ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കുറേ പറയുകയും ചെയ്യണു. അപ്പം എന്തിട്ട്
എന്ത് സൗണ്ട് വരുന്നേ? എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്നാൽ നിങ്ങൾക്ക് ഓൾറെഡി പിടികിട്ടിട്ടുണ്ടാവൂലേ. ഇതാരിപ്പിടില്ലേ ചൂടെടുക്കണം, ഫാൻ ഇട്ടോ മതി. ഞാൻ എന്തെങ്കിലും പറയാൻ പറ്റുപോയില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ അരി വേവിച്ചത് ചേർക്കണതുണ്ടല്ലോ. അരിയല്ലല്ലോ, ആട്ടയല്ലേ.